ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് പൂജ വെച്ച് ദേവിയുടെ മുന്നിൽ ഇന്ന് പുസ്തകങ്ങളെല്ലാം പൂജ വെച്ച ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൂജ വെച്ച് കഴിയുമ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ നവരാത്രി കാലത്തെ ദുർഗാഷ്ടമി ദിവസമാണ് നമ്മൾ പൂജ വയ്ക്കുന്നത്. അതനുസരിച്ച് ഇന്ന ദിവസമാണ് നമ്മൾ 7:20 കൂടിയൊക്കെ പൂജ വയ്പ്പ് എല്ലാവരും നടത്തി. ചിലർ വീട്ടുകളിലായിരിക്കും വെച്ചത്, ചിലർ ക്ഷേത്രങ്ങളിലായിരിക്കും പൂജ വയ്ക്കുന്നത്. ഈ നവരാത്രി വ്രതവും പൂജയും ഒക്കെ അത് കുട്ടികളുടെ കുട്ടികളെ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് മുതിർന്നവർക്കും കൂടി എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പൂജയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രായമായവരും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. വിദ്യ തെളിയിക്കുന്നതിനും പഠിച്ച വിദ്യകൾ ഗുണകരമായിട്ട് ഫലിക്കുന്നതിനും സരസ്വതി കടാക്ഷമൊക്കെ അത്യാവശ്യമാണ്. നവരാത്രി പൂജ അവസാനത്തെ 3 ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനം. അതായത് അഷ്ടമി, ദശമി, നവമി, ഈ അവസാനത്തെ 3 ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിൽ അഷ്ടമി രീതിയിൽ വൈകുന്നേരമാണ് നമ്മൾ പൂജ വയ്ക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലെ രീതിയാണ്. വീട്ടിൽ പൂജ വയ്ക്കുന്നവർ ആ പൂജാമുറിയൊക്കെ വൃത്തിയാക്കി ഒരു പീഠമൊക്കെ വിരിച്ച് സരസ്വതി ദേവിയുടെ ചിത്രമൊക്കെ വച്ചിട്ട് പട്ടോ വെള്ളത്തുണിയോ വിരിച്ച് അതിന് മുകളിൽ പേനയും പുരാണ ഗ്രന്ഥങ്ങളും വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങളൊക്കെ വെച്ച് ഒരു വെള്ളത്തുണി കൊണ്ട് മൂടി യഥാശക്തി അതിൽ പൂക്കളും മാലകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചാണ് നമ്മൾ നിലവിളക്കിൻ്റെ മുന്നിൽ അത് 3 നിലവിളക്ക് കൊളുത്തിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഇടതുവശത്തെ ആ വിളക്കിൻ്റെ ഗുരുവിനെ, വലതുവശത്ത് ഗണപതിയെയും സങ്കല്പിച്ചൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി ഗണപതിയെ സങ്കല്പിച്ച് ആ വിളക്കിന് മുന്നിൽ അവലും മലരും ഒക്കെ നിവേദ്യ വസ്തുക്കളൊക്കെ സമർപ്പിക്കും. അങ്ങനെ നടുക്കുള്ള വിളക്കിലോ ചിത്രത്തിലോ ദേവിയെയും സരസ്വതിയെയും ഒക്കെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കും. ഗും ഗുരുഭ്യോ നമഃ എന്ന ഗുരുവിനെയും ഗം ഗണപതിയെ നമഃ എന്ന ഗണപതിക്കും സം സരസ്വതിയെ നമഃ എന്ന സരസ്വതി ദേവിയെയും മന്ത്രമൊക്കെ നമ്മൾ ജപിക്കും. അപ്പോൾ ദേവി സംബന്ധമായ സ്തുതികൾ നമ്മൾ ജപിക്കണം. എല്ലാ ദിവസവും ഗണപതിക്ക് ഒരുക്കി വയ്ക്കണം. ഈ 3 ദിവസവും ഇന്ന് വെക്കുന്നത് നാളെ അത് കൃത്യമായിട്ട് എടുത്ത് മാറ്റി നാളെ പുതിയ അവലും ശർക്കരയും മലരും കൽക്കണ്ടവും പഴവും മുന്തിരിയും തേനും നെയ്യും ഒക്കെ ചേർത്ത് നിവേദ്യമായിട്ട് ഗണപതിക്ക് വയ്ക്കാം. ഗുരു, ഗണപതി, സരസ്വതി, വേദവ്യാസൻ, ദക്ഷിണാമൂർത്തി എന്നിങ്ങനെ 5 പേർക്കും നിവേദ്യം വയ്ക്കാം. അപ്പോൾ വിജയദശമി രാവിലെ കഴിയുമെങ്കിൽ പാൽപ്പായസം കൂടി നേദിക്കുക. ഇനി നവമിയിൽ ആണ് ആയുധപൂജ. ആയുധപൂജ നവമി ദിവസം രാവിലെ 6 മണിയോടെ പണിയായുധങ്ങളും ഉപകരണങ്ങളും പുസ്തകങ്ങളും ഒക്കെ പൂജയ്ക്ക് സമർപ്പിക്കാം. ആയുധങ്ങൾ നമ്മൾ ചന്ദനവും കുങ്കുമവും അരിപ്പൊടിയും കൊണ്ട് നല്ലപോലെ അലങ്കരിച്ച് അത് നല്ല വൃത്തിയാക്കി നമുക്ക് പൂജയിൽ വയ്ക്കണം. അതായത് പൂജയ്ക്കൊക്കെ ഇതുകൊണ്ട് കുങ്കുമവും ചന്ദനവും അരിപ്പൊടിയും അത് നമുക്ക് വിദ്യാപൂജയ്ക്കൊപ്പം വെച്ച് ആരതി ഒഴികെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പേന ആയുധ പൂജയിൽ വയ്ക്കരുത്. തലേന്ന് പുസ്തകം വയ്ക്കുന്ന കൂട്ടത്തിലാണ് പേന വയ്ക്കേണ്ടത്. മഹാനവമി ദിവസമാണ് വാഹനം പൂജ ചെയ്യേണ്ടത്. ആ ദിവസം വാഹനം ആലിലയും മാവിലയും കൊണ്ട് അലങ്കരിച്ച് ചന്ദനവും കുങ്കുമവും ഒക്കെ ചാർത്തി ജലം, ഗന്ധം, പുഷ്പം, അക്ഷതം കൊണ്ട് നമ്മൾ അർച്ചിക്കുക. വണ്ടിയിൽ തിലകം ചാർത്തിയിട്ട് ഇവയെല്ലാം വണ്ടിയിൽ നമ്മൾ തുടിയിക്കണം. അങ്ങനെ ചെയ്ത ശേഷം വണ്ടിയെടുക്കാം. ആയുധ പൂജ കഴിഞ്ഞ പിറ്റേന്ന് വിജയദശമി ദിവസം പുസ്തകങ്ങൾക്കൊപ്പം ഈ ആയുധ പൂജയും എടുക്കാം. ഇനി നമ്മൾ പൂജ എടുക്കേണ്ട രീതി അതെങ്ങനെയാണെന്ന് നോക്കാം. വിജയദശമി ദിവസം രാവിലെയുള്ള പൂജ കഴിഞ്ഞ് പൂജ വെച്ച പുരാണ പുസ്തകങ്ങളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്ത് അതിൽ ഒരു പേജ് എടുത്ത് വായിക്കുക. അതിനുശേഷം പൂവ്, ഇല എല്ലാം കൂടി ചേർത്ത് ആരാധിച്ച് കർപ്പൂരാരാധി സമർപ്പിച്ച് ഒരു തളികയിൽ ഉണക്കലരിയോ പച്ചരിയോ എടുത്ത് സരസ്വതി ദേവിയെയും ഗണപതി ദേവതകളെയും ഒക്കെ നമ്മൾ മനസ്സിൽ വന്ദിച്ച് വിദ്യാരംഭം കുറിക്കുക. അത് ഓം ഹരിശ്രീ ഗണപതിയെ നമഃ വിഘ്നമസ്തു എന്നാണ് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം അക്ഷരമാലയും എഴുതുക. തൊട്ട് വരെയുള്ള അക്ഷരമാലകളൊക്കെ എഴുതുക. അതിനുശേഷം പിന്നീട് അരിയിൽ തൊട്ട് വന്ദിച്ച് വിദ്യാരംഭം നമുക്ക് പൂർണ്ണമാക്കാം. പിന്നെ പുസ്തകം എടുക്കുക, ആദ്യാക്ഷരം ബുക്കിൽ എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുക. ഇനി അതുപോലെ കുട്ടികളെ എഴുത്തിനിരുത്തേണ്ട ഒരു പ്രായമുണ്ട്. 3ാമത്തെ വയസ്സാണ് ഏറ്റവും ഉത്തമം. 2 വയസ്സും 6 മാസവും കഴിഞ്ഞ് വരുന്ന വിജയദശമിക്ക് നമുക്ക് കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് റെഡിയാകാം.
അതുപോലെ തന്നെ 3 വയസ്സ് തികഞ്ഞേ പറ്റൂ എന്നൊന്നുമില്ല. 3 വയസ്സ് കഴിയരുത്. 3 വയസ്സ് തികയുന്നതിനടുത്ത് വിജയദശമി കിട്ടിയാൽ അത് അന്ന് തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ കൊണ്ട് ആ മുഹൂർത്തമൊക്കെ കുറിപ്പിച്ച് വേറെ ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കുറേ പുഷ്പങ്ങളുണ്ട്. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പം അത് ചുവന്ന പൂക്കളാണ്. ഭദ്രകാളി അമ്മയ്ക്കാണ് ചുവപ്പും, ലക്ഷ്മിക്ക് മഞ്ഞയും, സരസ്വതിക്ക് വെള്ളയുമാണ് കൂടുതൽ ഇഷ്ടം. 9 ദിവസവും പൂജയ്ക്ക് ചെത്തിയും ചെമ്പരത്തിയും നന്ദ്യാർവട്ടവും തുളസിയും അരളിയും താമരയും ഒക്കെ ഉപയോഗിക്കാം. ഇനി ക്ഷേത്രത്തിലാണ് പൂജ വെച്ചത് എങ്കിൽ അവിടെ ചെന്ന് 2 നേരവും നമ്മൾ പൂജ കാണണം. കഴിവതും പ്രാർത്ഥിക്കുക. ആദ്യ ദിവസം ചെന്നൊരു കെട്ട് ബുക്കുകൾ കൊടുത്തിട്ടിങ്ങ് പോരും ചിലർ. പിന്നെ അങ്ങോട്ട് പോവുക നോക്കാറില്ല. അവസാനം ആ പൂജ എടുത്തു കഴിയുമ്പോൾ ചെന്ന് ആ ബുക്ക് തിരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പൂജ വെച്ചത് പോയി 3 ദിവസവും കണി കാണണം. നമ്മൾ നല്ലപോലെ ദേവിയോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പുസ്തകത്തിനെല്ലാം അനുഗ്രഹവും ശക്തിയും കിട്ടേണ്ടത് നമുക്കാണ്. അതുകൊണ്ട് ആ ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവും ശക്തിയും തരാനായിട്ട് അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുള്ള ശക്തി നേടിയെടുക്കാനുള്ള സമയമാണ് ഈ പൂജാ ദിവസങ്ങൾ. ഏറ്റവും കൂടുതൽ നമുക്ക് വിദ്യയ്ക്ക് നമ്മുടെ വിദ്യാപരമായിട്ട് നമുക്ക് ഉയർച്ചയും അതിനൊരു ശക്തിയുമൊക്കെ ലഭിക്കാനായിട്ട് ഈ 3 ദിവസത്തെ പൂജയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും പൂജാമുറിയിൽ കയറി ആ പൂജ വെച്ചിരിക്കുന്നതും കണി കണ്ട് ദേവിയെ പ്രാർത്ഥിക്കുക. കൃത്യമായിട്ടും ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. ഏവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.